കീരമ്പാറ പഞ്ചായത്തിലെ വെളിയൽച്ചാൽ ഓവുങ്കൽ പ്രദേശങ്ങളിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. പൈനാപ്പിളും വാഴകളുമാണ് ഏറെയും നശിപ്പിച്ചിട്ടുള്ളത്. കുറച്ചുനാളായി പഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് പറഞ്ഞു. വനം വകുപ്പും സർക്കാരും നിസ്സംഗത തുടരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കീരമ്പാറ പഞ്ചായത്തിലെ വെളിയച്ചാലിലും ഓവുങ്കലും വ്യാഴാഴ്ച രാത്രി ഇറങ്ങിയ ആനക്കൂട്ടം വലിയ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. വെള്ളൂപ്പറമ്പിൽ ബേബിയുടെയും അറമ്പൻകുടി ജെയിംസിന്റെയും കൃഷിയിടങ്ങളിലാണ് ആനകൾ നാശം വിതച്ചത്. മറ്റു ചില കർഷകർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കയ്യാലകളും മതിലുകളും തകർത്തു. പാട്ടത്തിനെടുത്ത സ്ഥലമാണ്. ഏകദേശം 1000 വാഴ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി കുറേ ആനകൾ വന്ന് എൻ്റെ കൃഷിയെല്ലാം നശിച്ചു. 150 വാഴയെങ്കിലും കൊലക്കാറായ ഓണത്തിന് കൊല വെട്ടേണ്ട വാഴയാണ്. 150 വാഴയെങ്കിലും പോയി. പൈനാപ്പിൾ കൃഷിയിടത്തിലൂടെ തലങ്ങും വിലങ്ങും നടന്ന ആനകൾ പൈനാപ്പിൾ ചെടികൾ ചവിട്ടിമെതിച്ചു. 100 കണക്കിന് കാനികളാണ് നശിച്ചത്. റംബൂട്ടാൻ തൈകളും നശിപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്തെ പുരയിടങ്ങളിലും റോഡിലുമെല്ലാം ആനകൾ വിഹരിച്ചു. ആനക്കാരനെ എപ്പോഴും ആന ഇവിടെ എന്നും ചെല്ലുമോ, മിക്കവാറും ചെല്ലുമോ. രാത്രിയിലും ഇന്നലെ മുറ്റത്തൂടെയൊക്കെ വന്നിട്ടാണ് പോയത് ആന. അവിടെ മുറ്റത്തൊക്കെ വന്ന് അവിടെ പ്ലാവിൻ്റെയൊക്കെ ചവിട്ടിപ്പറിച്ചളഞ്ഞ് തേക്ക് കുത്തി പറിച്ചു. പിന്നെ ഇതിനെ കയറി ഇതൊക്കെ അടിച്ചു പറിച്ച് കളഞ്ഞിട്ടാണ് പോയത്. അപ്പുറത്താണ് വാഴയൊക്കെ കുറേ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആ റോഡ് സൈഡിൽ ആ വാഴ തെങ്ങ് എല്ലാം വലിച്ചു പറിച്ചിട്ട് രാവിലെ കഴിയുമ്പോൾ മൊത്തം നശിപ്പിച്ചിട്ടേക്കാം. രാവിലെ ഇതിനൊക്കെ ചെയ്യേണ്ടത് നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ. നമ്മളാനിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ പേടിയാൽ മതി. ഇതൊന്നും എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊന്നും പുറത്തിറങ്ങേണ്ടി വന്നാലേ ഇത് എപ്പോഴത്തെ മുഖത്തുനിന്ന് കാരണം പറയാൻ പറ്റില്ല. കീരമ്പാറ പഞ്ചായത്തിലെ വെള്ളം കെട്ടിച്ചാൽ മുതൽ ചാരുപാറ വരെയുള്ള പ്രദേശങ്ങൾ ആനശല്യം മൂലം കടുത്ത ഭീതിയിലാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് പറഞ്ഞു. വനം വകുപ്പും സർക്കാരും നിസ്സംഗത പാലിക്കുകയാണ്. ആനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ നടപടി വേണം. നടപടികൾ വൈകിയാൽ ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറാകുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. സർക്കാർ ഒരു നിസ്സംഗ ഭാവമാണിത് കാണിക്കുന്നത്. ഈ വനമേഖലയിൽ എത്തുന്ന ആനകളെ വനമേഖലയിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സർക്കാർ എടുക്കുന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭത്തിന് ഒരുങ്ങാനല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ വനം വകുപ്പും ഈ നിസ്സംഗ ഭാവം വെടിഞ്ഞുകൊണ്ട് അടിയന്തരമായി ഈ വനമേഖലയിൽ തങ്ങുന്ന ആനകളെ പുഴ കടത്തി വിടണമെന്നാണ് നമുക്ക് അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഇത്തരം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടി സർക്കാർ അവസാനിപ്പിക്കണം. കർഷകർ വളരെ ആശങ്കയിലാണ്. അവർ നട്ടു വളർത്തുന്ന കൃഷി ഓരോ ദിവസവും നശിപ്പിക്കപ്പെടുകയാണ്. സന്ധ്യയായാൽ റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. കാട്ടാനക്കൂട്ടം നടു റോഡിലൂടെയാണ് കടന്നു വരുന്നത്. അടിയന്തരമായി സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതൊരു നിശബ്ദ കുടിയിറക്കലായി സർക്കാർ കണ്ടാൽ അതിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭ നടപടികളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. GTV ന്യൂസ്, കീരമ്പാറ.